ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ അമേരിക്കയിൽ ട്രംപിൻ്റെത്, ഇന്ത്യയിൽ തൂക്ക് പാർലമെൻറ്റ്, ഇവിടെ ഇന്ത്യ മുന്നണി ഏതെങ്കിലും തരത്തിൽ അട്ടിമറി ഉണ്ടായി കയറുകയോ ചെയ്താൽ കൊടിയ യുദ്ധം, അതുമായിട്ട് ബന്ധപ്പെട്ട് നാശങ്ങളാണ്. യേശുക്രിസ്തുവായിട്ട് നല്ല ആദ്യ സ്നേഹത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സഹോദരൻ പെട്ടെന്ന് അയാൾ യൂട്യൂബ് നോക്കിയപ്പോഴത്തേക്ക് യേശു ജനിച്ചിട്ടേ ഇല്ല എന്നൊരു സാധനം കേട്ടു. ഉടനെ ഇവൻ അന്ന് മുതൽ ഞാൻ കഷ്ടപ്പെട്ട് 3 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽക്കുന്നു, യേശു ആണെങ്കിൽ ജനിച്ചിട്ടുമില്ല ഒരുത്തരുന്ന് പറയുന്നു. എന്ത് ചെയ്യുമെന്നറിയത്തില്ല. സ്തോത്രം പറഞ്ഞ് അത് പിന്നെ അങ്ങോട്ട് പോകും ഇങ്ങനെ. അപ്പോൾ ഈ പറഞ്ഞു മനസ്സിലായോ? ഈ ചിന്ത ആർക്ക് വന്നതാണ്? അപ്പോഴത്തേക്ക് ഈ ദുഷ്ടൻ, ഇവനിത് ഇത്രയും മതി, ബാക്കി ദുഷ്ടൻ കയറ്റിയിട്ട് ദുഷ്ടൻ ഇരുന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കും. 3-ാം ധ്യാനം കൂടിയവർക്ക് നടക്കത്തില്ല, അവരിതിൻ്റെ അപ്പുറം കേട്ടതാണ്. ഹല്ലേലൂയ. നമ്മുടെ 3-ാമത്തെ ധ്യാനം കൂടിയവർ, അവരുടെ അടുത്ത് ദുഷ്ടൻ്റെ പരിപാടി നടക്കത്തില്ല. അവർ യേശുവിനെതിരെ ശരിക്കും ക്രിസ്റ്റോളജി അവർ പഠിച്ചതാണ്. ഹല്ലേലൂയ. 3-ാമത്തെ ധ്യാനം കൂടിയവർ, നമ്മുടെ 3-ാമത്തെ ബന്ധനമോചന ധ്യാനം കൂടിയവർ, ഹല്ലേലൂയ. ഈ ദുഷ്ടൻ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവന് തോന്നും, അല്ല അവർ പറയുന്നത് ശരിയാ, തെളിവുകളൊന്നുമില്ല എന്നിവന് തോന്നുമ്പോൾ ഇവൻ കേട്ട കംപ്ലീറ്റ് സാധനവും പോയി, എററായി, മായ്ച്ചു പോയി, എററായി കംപ്ലീറ്റും പോയി. അതുവരെ ഇവൻ ആദ്യമേ ഇങ്ങനെ, നമ്മൾ ശ്രദ്ധിച്ചോണം, ആദ്യമേ നമ്മൾ ഈ ആത്മാവിൻ്റെ ശക്തിയിൽ ഇങ്ങനെ വന്ന് നല്ല പ്രാർത്ഥനയിൽ നല്ല ചൈതന്യത്തിൽ നമ്മളിങ്ങനെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ആരാധിച്ച് ഹല്ലേലൂയ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമേ ഒരു കണ്ണ് മാത്രം ഇങ്ങനെ വരും. ഇതെന്താടാ ഒരു കണ്ണ് വരുന്നത്? ഇത് ഏത് കണ്ണാ? അത് കഴിഞ്ഞ് വീണ്ടും ഇവൻ ഒന്ന് ചടകൂടെ ഒന്ന് നോക്കുമ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു റോസാപ്പൂ വരുന്നു. ആദ്യം ഒരു കണ്ണ് വന്നു, പിന്നെ അടുത്ത് എന്ത് വന്നു? റോസാപ്പൂ വന്നു. ഇപ്പം ഇവനാകെ ഒരു സംശയമാണ്, വേറൊട്ട് വരുന്നതുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു ജനിച്ചിട്ടേ ഇല്ല എന്നൊരു പ്രസംഗം കേൾക്കുന്നത്. ആകെ കിട്ടിയത് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഒരു കണ്ണും ഒരു റോസാപ്പൂവാണ്. ദുഷ്ടൻ ഈ റോസാപ്പൂ എടുത്തുകൊണ്ട് പോവും, കണ്ണും എടുത്തുകൊണ്ട് പോവും. ഈ ഒരു കണ്ണും ഒരു റോസാപ്പൂവൊക്കെ ഇവൻ ആദ്യം വരുന്നത് എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദർശന വരം തുടങ്ങുന്നതിന് മുമ്പുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഒരു കണ്ണൊക്കെ കാണുന്നത്. ഒരു കണ്ണ് കാണുക, കളർ കാണുക, ഇതെല്ലാം കാണുന്നത് ഒരാൾക്ക് ദർശന വരം തുടങ്ങുന്നതിന് മുമ്പുള്ള ആദ്യത്തെ സ്റ്റെപ്പാണത്. ഈ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് കളഞ്ഞാൽ പിന്നെ അവനെ ഒരിക്കലും അവൻ ഈ വരത്തിലേക്ക് എത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ഒരു കണ്ണ് കാണും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു മുഖത്തിൻ്റെ പകുതി കണ്ടെന്നിരിക്കും. ഇതാണ് ദർശനവരത്തിൻ്റെ തുടക്കക്കാർക്ക് ഇതേ ആദ്യം ഉണ്ടാവത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ടേ അവർക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് അവർക്ക് കയറാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിനു മുമ്പേ ദുഷ്ടൻ എടുത്ത് കളയും. മത്തായിയുടെ സുവിശേഷം 13:19 ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാമോ? അത് ദുഷ്ടനെടുത്ത് കളയാതെ അതൊന്ന് അകത്ത് വെക്ക്. ഈ വചനമെങ്കിലും ഒന്ന് വായിച്ചേ, എല്ലാവരും ഒന്ന് വായിച്ചേ. രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് മനസ്സിലാക്കാതിരിക്കുന്നവനിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ. അതാണ് നമ്മൾ പാടിയത്, വഴിയരികിൽ വീഴ്ത്തല്ലേ. സ്തോത്ര, ഹല്ലേലൂയ. ഇനി നമ്മൾ ശ്രദ്ധിക്കണേ, ദുഷ്ടൻ വന്ന് അപഹരിക്കണമെങ്കിൽ ബ്രദറെ എന്തായിരിക്കും അതിന് കാരണം? ഞാൻ വളരെ പ്രാർത്ഥനയിലും വളരെ ചൈതന്യത്തിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ പൊന്നു ബ്രദറെ, ദുഷ്ടനൊന്നും എടുത്ത് കളയല്ലേ, ഇതിനെന്ത് ചെയ്യണം? അതുകൊണ്ട് വഴിയരികിൽ വീഴല്ലേ എന്ന ഗാനം ഞാൻ ഒരു ദിവസം 10 പ്രാവശ്യം പാടും, ഒരു കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് കളയായിരിക്കണമെങ്കിൽ ബെൽഗ്രേവിയ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു വാക്യം ഉണ്ട്, ഗ്രീക്ക് വാക്യമാണ്. അപ്പം നിങ്ങൾ ബെൽഗ്രേവിയ എന്ന് പറയും. ഈ വാക്യം നിങ്ങളൊന്ന് പഠിക്കണം. ഈ വാക്യം പഠിച്ചു കഴിഞ്ഞാൽ ദുഷ്ടൻ കളയാതിരിക്കുന്ന കാര്യമായിട്ട് നിങ്ങൾ കണ്ടോ ബെൽഗ്രേവിയ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അർത്ഥവും അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥവും ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഈ ബെൽഗ്രേവിയയുടെ എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? 2 കൊറിന്തോസ് 6-ാം അധ്യായം 15-ാമത്തെ വാക്യം. 2 കൊറിന്തോസ് 6-ാം അധ്യായം 15-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ആ വചനം നമുക്കൊന്ന് വായിക്കാം. വചനം വായിക്കാം. നമ്മൾ 66 പുസ്തകം വായിച്ചാൽ ഉപകാരമായിരിക്കും. ആ വചനം വായിക്കാം. കാരണം ഒന്ന് വായിക്കാമോ? ക്രിസ്തുവിനും എന്താണ് പറയുന്നത്, ബെലിയാലിനും തമ്മിൽ എന്താണ് പൊരുത്തം? അതല്ലേ? ഒന്ന് വായിക്കാമോ? ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? എന്താണ് ക്രിസ്തുവിനും ബെലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊരുത്തം? ഇനി ശ്രദ്ധിച്ചു ഓടുക. എന്താണ് ഈ ബെലിയാൽ എന്താണ്?
അപ്പോൾ നമ്മൾ ചിലവർ പറയും ക്രിസ്തുവിൻ്റെ എതിരാളിയായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. പൗലോസ് അന്നത്തെ സഭയ്ക്ക് ബെലിയാൽ എന്നുള്ള പേര് പോപ്പുലറാണ്, അല്ലെങ്കിൽ അങ്ങനെ എഴുതത്തില്ലല്ലേ, ആ ഗ്രീക്ക് വാക്ക് പോപ്പുലറാണ്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. ബെലിയാൽ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ബെലിയാൽ എന്ന് പറയുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത് നമുക്കറിയാം വർത്ത്ലെസ്നെസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൂല്യമില്ലാത്തൊരവസ്ഥ, വിലകെട്ടത്, ഒരു മൂല്യമില്ലാത്തത്, വിലകെട്ടത്. ശ്രദ്ധിക്കണേ, നോട്ട് ചെയ്യണേ. ഏതാണ് വിലകെട്ടത്? ഈ ബെലിയാൽ എന്നുള്ള വാക്ക് ആദിമ സഭയിൽ പൗലോസ് അത് ഉപയോഗിച്ചിട്ടില്ല. പൗലോസിൻ്റെ കാലത്ത്, ഇത് 13-ാം നൂറ്റാണ്ടിലാണ് ബെലിയാൽ എന്നുള്ളൊരു വാക്ക് വന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. 13-ാം നൂറ്റാണ്ടിലാണ് ഇന്ന് ബൈബിളിൽ കാണുന്ന ബെലിയാൽ എന്ന് പറയുന്ന വാക്ക് വന്നത് 13-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന് മുമ്പ് വന്നിരുന്നത് നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ബെൽഗ്രേവിയ അല്ലെങ്കിൽ ബെലിബേൽ എന്ന് പറയുന്ന വാക്കുകളായിരുന്നു അതിനു മുമ്പ് വിവരിച്ചത്. അപ്പോൾ ബെൽഗ്രേവിയ അതുപോലെ തന്നെ ബെൽഗ്രേവിയ ബെലിബേൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വിലകെട്ടത് എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. ഇത് ഒരു ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യുന്ന ടീമിലെ ലീഡേഴ്സ് ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ബലിയാലും ക്രിസ്തുവുമായി ബന്ധമില്ല, നിങ്ങളും ആയിട്ട് ബന്ധം ഉണ്ടാകരുത്. ബന്ധം വെച്ചാൽ ദുഷ്ടൻ നിങ്ങളെ കൈവെക്കും. ഇതാണ് കറക്റ്റ്. ബന്ധം, ഈ വിലകെട്ട കാര്യങ്ങളോട് നിങ്ങൾ പോകരുത്. വിലകെട്ടതിനോട് നിങ്ങൾ ഇടപെടരുത്. ഇടപെട്ടാൽ ദുഷ്ടൻ കൈവെക്കും. നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, നിങ്ങളുടെ പവർ പിന്നീട് നിങ്ങൾക്ക് കാണത്തില്ല. എത്ര പേരെ കഴിഞ്ഞ ധ്യാനത്തിൽ ആരാധിച്ചിട്ട് 17-18 വർഷമായി, അതല്ലേ കഴിഞ്ഞ ധ്യാനം കൂട്ടിയിട്ടുള്ളവർക്കറിയാം അല്ലേ? ആരാധിച്ചിട്ട് എത്ര വർഷമായിട്ട് ആരാ ഉണ്ടായിരുന്നത് ആ സമയത്ത്? ആരെങ്കിലും ആ കഴിഞ്ഞ ധ്യാനം കൂടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റിലൊന്ന് 18 വർഷമോ എത്ര വർഷമായി ആരാധിച്ചിട്ട്, എന്നിട്ട് അവർക്ക് ആരാധിക്കാൻ പറ്റിയിട്ടില്ല. സ്പിരിറ്റ് അഴിഞ്ഞു പോകുന്നു, അവർ സ്തുതിക്കുന്നു. അവർ പിറ്റേന്ന് എന്നെ കണ്ടിട്ട് പറഞ്ഞു, ബ്രദറെ എനിക്കിപ്പോൾ ആരാധിക്കാൻ പറ്റുന്നുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? എനിക്കിപ്പോൾ ആരാധിക്കാൻ പറ്റുന്നുണ്ടെന്ന് പിറ്റേന്ന് കണ്ടപ്പോൾ അവർ പറയാം. ഇനി അവർ തീരുമാനമെടുക്കണം. എന്താണ് അവർ തീരുമാനമെടുക്കണം? ഈ വിലകെട്ട അല്ലെങ്കിൽ ബെൽഗ്രേവിയ അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൽ പറഞ്ഞിരുന്ന ബെലിബേൽ എന്ന് പറയുന്ന ഒരു മേഖലയുമായി അവർ ബന്ധപ്പെടാതിരുന്നാൽ അവരുടെ ആരാധനയിൽ തീയിറങ്ങും. അവർക്ക് ദർശനങ്ങളും പ്രവചനങ്ങളും അവർ വ്യാഖ്യാനവരങ്ങളും എല്ലാം കൊണ്ട് ഇങ്ങനെയുള്ളവരെ ദൈവം നിറയ്ക്കും. പക്ഷെ അവർ ശ്രദ്ധിക്കണം, ബെൽഗ്രേവിയ ബലിയാലുമായി ബന്ധം ഉണ്ടാകരുത്. സ്തോത്ര, ഹല്ലേലൂയ. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ക്രിസ്തു എല്ലാ മിനിസ്ട്രിയുടെ ലീഡേഴ്സും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പിന്നെ വേറൊന്നും നിങ്ങൾ നോക്കണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവരെന്തോ നിങ്ങളെ പറഞ്ഞോട്ടെ, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നിങ്ങൾ നോട്ട് ചെയ്യുക, വിലകെട്ട ഒരു ആഘോഷവും, വിലകെട്ട വാക്കുകൾ പറയുന്നവർ, വിലകെട്ടവ സംസാരിക്കുന്നവർ, വിലകെട്ടവ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ, നിങ്ങൾ ബന്ധം വെക്കരുത്. അങ്ങനെയുള്ള ഒരു അഡ്വൈസ് പോലും നിങ്ങൾ അങ്ങനെയുള്ളവരിൽ നിന്ന് എടുക്കരുത്. എടുത്താൽ നിങ്ങളുടെ മിനിസ്ട്രിയുടെ മേൽ ദുഷ്ട ആത്മാവ് കടന്നു വരും. സ്തോത്ര, ഹല്ലേലൂയ. ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കൂടെ അന്ന് ഇതൊരു 25 വർഷത്തിന് മുമ്പുള്ള ആൾക്കാരാണ് എന്ന് പറയുന്നത്. എനിക്കൊന്ന് ബൈജു ബ്രദറിനൊക്കെ ഓർമ്മ കാണുമായിരിക്കും തോന്നുന്നു. ബൈജു ബ്രദർ 22 വർഷമായി, അതിന് മുമ്പുള്ളതാണ്. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഒരു ദൈവദാസനുണ്ടായിരുന്നു. എൻ്റെ പൊന്നും ബ്രദറെ, ആ മനുഷ്യൻ്റെ വായിൽ നമ്മൾ കുഴലിട്ട് ഇളക്കിയ ഒരു വാക്ക് വരത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് അന്നുണ്ടായിരുന്ന ചേച്ചിമാർ എന്ന് പറഞ്ഞാൽ, അന്ന് ഞങ്ങൾ അമ്മാമ്മയെ അല്ലെങ്കിൽ ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന റെസ്പെക്റ്റഡ് ആയിട്ടുള്ള സഹോദരിമാർ, ചേച്ചിമാർ, എനിക്കന്ന് 23 വയസ്സൊക്കെ, 24 വയസ്സ് പ്രായമാണ്. അപ്പോഴത്തേക്ക് ഈ ചേച്ചിമാർ എന്നിട്ട് പറയും, ശിവബ്രദറെ, അന്ന് ഞാൻ ഈ ചിരിയും തമാശയും ബഹളവും ഒച്ചപ്പാടുമായിട്ട് നടക്കും. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും, ഒരു ബ്രദർ എന്ന് പറഞ്ഞാൽ എൻ്റെ ആ പുള്ളിയാണ്. ബ്രദർ ആ പുള്ളിയെ നോക്കി ഈ അട്ടകാസവും ചിരിയെല്ലാം മാറ്റി ആ പുള്ളി. അപ്പം ഞാൻ ഈ പുള്ളിയെ നോക്കും, കർത്താവേ റോൾ മോഡലാകാൻ വേണ്ടിയിട്ട്. ശരിയാ,
അപ്പോൾ എനിക്കാണെങ്കിൽ അന്നും ഇന്നും താടി വളരത്തില്ല. ഈ പുള്ളിക്ക് താടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല താടിയുള്ള മനുഷ്യനാണ്. എനിക്ക് താടി വളരത്തില്ല. താടി വളർന്നു കഴിഞ്ഞാൽ എന്നെ കണ്ടാൽ പിന്നെ നിങ്ങൾ നിലത്ത് നോക്കത്തില്ല. അപ്പോൾ നമ്മൾ കേട്ടോണം. അപ്പോൾ ഇദ്ദേഹം എന്തെന്ന് പറയട്ടെ, ഭയങ്കര പിന്നെ എളിമയാണ്. അപ്പോൾ എന്നെ കണ്ടിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തെ നോക്കി പഠിക്കണം. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ നോക്കി ഇങ്ങനെ പഠിക്കും. അങ്ങനെ ഞങ്ങൾ ഈ ഒരിടത്ത് കടമ്പനാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഈ സുവിശേഷ വേലയ്ക്ക് പോയി. അവിടെ ചെന്നിട്ട് ഡെലിവറി ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെയാണെങ്കിൽ അന്ന് കൂടിയ 75 പേരുണ്ട്. 75 പേരും മന്ത്രവാദത്തിന് പോയി നല്ല സ്പിരിറ്റുമായിട്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ആരാധിക്കുന്നതെന്നൊരു ഗാനം പാടിയത് ഓർമ്മയുള്ളൂ. 75 പേരിലും പിശാചം കളക്കി. ഞാനും ഉണ്ട്, ഈ വായിൽ കോലിട്ടിളകിയ സംസാരിക്കാത്ത ബ്രദറും ഉണ്ട്. അപ്പം 75 പേര് ഈ ഹാള് ഇത് പിന്നെ നമുക്കൊരു കയറൊക്കെ വെച്ചാണ് ഇവർ അതിര് കെട്ടിയിരുന്നത്. പിശാചികൾ കയറ് പൊട്ടിച്ചു അയൽവക്ക ആൾക്കാരുടെ ഇതിൽ പോയി. ഞങ്ങൾ അവസാനം പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇളകിക്കൊണ്ടിരിക്കുക. അവസാനം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു, എൻ്റെ തുടക്കമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ബ്രദറെ, ഈ വായിൽ മിണ്ടാതെ നിൽക്കാതെ ഇതുങ്ങളെയൊക്കെ ഒന്ന് ശാസിക്കേ എന്ന് പറഞ്ഞിട്ട് അവസാനം ശാസിക്കുമ്പോൾ പിശാച് നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുക. ഈ ശാസിക്കുന്ന ഈ പുള്ളിയെ തിരിച്ച് അറ്റാക്ക് ചെയ്യുക. അവസാനം ഞങ്ങൾ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് അതിൽ ഈ വീഴാതെ നിന്ന സംഘാടകരൊക്കെ ഉണ്ടല്ലോ, ബാഡ്ജും കുത്തിന്ന്. ഞങ്ങൾ പറഞ്ഞു, ഇതുങ്ങളെയൊക്കെ ഒന്ന് പിടിക്കാം, നിങ്ങളൊന്ന് പിടിച്ചാൽ ഞാനൊന്ന് അഴിക്കാം, പിടിച്ചുതരാം. ഉടനെ അതിലെ 2-3 സംഘാടകർ തോർത്തെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഉടനെ പിശാച് മാതൃയുടെ എല്ലാം കൈയും കാലും തോർത്തുകൊണ്ട് കെട്ടിയിട്ട് നിരത്തിയിട്ടു, മോർച്ചറിയിലിടുന്ന കണക്ക് ഇട്ടിട്ട് പറഞ്ഞു, ഇനി ബ്രദർ അഴിക്കത് പറഞ്ഞു. അപ്പോഴും ഇല്ല, മിണ്ടാത്ത ആളവിടെ ഇപ്പോൾ ഉണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ സംഭവം ബാക്കി പറയുന്നില്ല. ഇന്നും പിന്നെ കടമ്പനാട് ഞാൻ പ്രാർത്ഥന വെച്ചിട്ടില്ല. ഹല്ലേലൂയ, എനിക്ക് അവസരം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നമ്മൾ മറ്റേ മനുഷ്യനെ ഒരു ദിവസം ഈ പിന്നെ ആരോഗ്യേറി ഒന്ന് ചൊറിഞ്ഞു. അയാൾ എന്തോ പറഞ്ഞു, അയാൾ സ്പിരിച്വൽ കാര്യത്തിൽ. അന്നേരമാണ് ഞാൻ കാണുന്നത്, വഴി കൂടെ പോയ ആരോ എന്ന് പറഞ്ഞ് ഇയാളുടെ പ്രസംഗമൊന്നും ശരിയാവത്തില്ല, ഇയാൾ ശരിയല്ല, ഇയാൾ കറക്റ്റല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ പ്രസംഗിക്കാൻ കയറി തിരിച്ചു വന്നപ്പം ധ്യാനം കൂടി ആരാണ്ടോ ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ചായ കുടിക്കുന്ന സമയത്താണ്ട് പറഞ്ഞു, ഞാൻ കാണാം ഭയങ്കര ഒച്ച കാക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ അടുത്ത ക്ലാസ്സിന് മുമ്പ് മധ്യസ്ഥ പ്രാർത്ഥിയുണ്ടോ ഓ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ച. അപ്പോൾ ഈ ഒച്ച കേൾക്കുന്നിടത്ത് തൊട്ട് ഞാൻ ഇറങ്ങി ഓടിക്കഴിഞ്ഞപ്പം ഇയാളെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ആളെ ഇയാൾ കിടന്ന് അലറി വഴക്ക് പറയുക. അപ്പോൾ ഞാൻ ഇല്ല ചേച്ചിയെ വിളിച്ചു, ഞാൻ ആരെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച്. ചേച്ചി പറഞ്ഞു, ഇതായിരുന്നോ, ഇത്രയും നാൾ ആക്റ്റായിരുന്നോ? ഒന്ന് ഞോണ്ടിക്കഴിഞ്ഞപ്പോൾ തനി സ്വരൂപം പുറത്തു വന്നു. ഒന്ന് ഞോണ്ടിയതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് ഞോണ്ടി നോക്കിയാൽ മതി. നിങ്ങൾ എന്നെ ഞോണ്ടണം കേട്ടോ ഇടയ്ക്ക്. അപ്പം എൻ്റെ തനി സ്വഭാവം പുറത്ത് കാണിക്കാം. ഇപ്പം നിങ്ങൾ പറയും നല്ല ബ്രദറാ, അല്ലെങ്കിൽ നല്ലൊരു അച്ഛനാ, നല്ല പാസ്റ്ററാ എന്ന് നിങ്ങൾക്ക് ആരെങ്കിലും തോന്നണമെങ്കിൽ ചുമ്മാ ഒന്ന് തോണ്ടിയാൽ മതി. അവൻ അതുവരെ ആക്റ്റ് കാണിച്ചിരിക്കുന്നതെല്ലാം കടിച്ച് ലാസ്റ്റ് ഇത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്താ വരുന്നതെന്ന് നമുക്ക് പറയാം. ചെവി പൊത്തി ഓടുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. അല്ലാന്നുണ്ടെങ്കിൽ വചനം വെച്ച് അവന് തെറി വിളിക്കാൻ വയ്യാത്തവരും തരട്ടെ, വചനം വെച്ചുകൊണ്ട് ആ വചനത്തിലൂടെ നമ്മളെ തെറി വിളിക്കും. അതാണ് ഐഡിയ. വചനം വെച്ചുകൊണ്ട് വചനത്തിലൂടെ തെറി വിളിച്ച് പ്രതികാരം ചെയ്യുന്ന വെച്ചാൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ വചനത്തെ പൂമ്പാറ്റ ബാലരമയ്ക്ക് തുല്യമായിട്ടാണ് കാണുന്നത്. ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി അത്യുന്നതനായ ദൈവത്തിൻ്റെ വചനത്തെ പൂമ്പാറ്റ ബാലരമ ആ വില കൊടുത്തുകൊണ്ട് ഒരു മനുഷ്യനെ തരം താക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ചാൽ ആശയങ്ങളെ തെറ്റായ ഒരു ആശയം പറഞ്ഞ ആ ആശയത്തെ അത് തെറ്റാണ് എന്ന് പറയുന്ന വ്യവസ്ഥയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരോപണം ഉന്നയിക്കുക എന്ന് പറയും. ഒരു ആശയം പറഞ്ഞ ആശയങ്ങൾക്കെതിരെയല്ല, കഴമ്പില്ലാതെ ആരോപണം ഉന്നയിക്കുക. ഇതിനെയാണ് പറയുന്നത്. അത് നമ്മൾ ഉന്നയിച്ചാലും മറ്റുള്ളവർ ഉന്നയിച്ചാലും ദൈവസന്നിധിയിൽ ചിലപ്പം നീതീകരിക്കപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നാൽ കഴമ്പുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്നതെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് അംഗീകാരം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വിലക്കെട്ട കാര്യങ്ങൾ
ഇങ്ങനെയുള്ള വിലകെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടരുത്. സ്തോത്ര. ഇന്ന് ഉറച്ച തീരുമാനമെടുത്ത പ്രാർത്ഥനാ ലീഡേഴ്സും അതുപോലെ തന്നെ പ്രാർത്ഥന ഗ്രൂപ്പ് നടത്തുന്നവർ, വചനം പറയുന്നവർ ഒക്കെ ഒന്ന് ഉറച്ച തീരുമാനമെടുത്ത് വിലകെട്ടവയും ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമ്മൾ വിലകെട്ട കാര്യങ്ങളുടെ കൂടെ നടന്നാൽ നമ്മളും ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാതെ വരും. യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ നമുക്കൊന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്ന കർത്താവേ, യേശുവേ സ്തുതിക്കുന്ന കർത്താവേ. ഇനി നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടത്, അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കണമേ, ദുഷ്ട ആത്മാവ്, ഈ നമ്മൾ ആദ്യമേ 4 കൂട്ടം ആത്മാവിനെ പഠിച്ചു. ഏതാണ്? പിശാച്, പിന്നെ അശുദ്ധ ആത്മാവ്, ദുഷ്ടയാത്മാവ്, ഭൂതങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചു. അവരുടെ ആയുധങ്ങളായിട്ട് കുറേ പിന്നെ ആയുധ ദൂതന്മാരെ പഠിച്ചു, നമ്മളെ ഉപദ്രവിക്കുന്ന ദൂതന്മാരെ പഠിച്ചു. എന്നാൽ ഇനി ശ്രദ്ധിക്കേണ്ടത്, ദുഷ്ടയാത്മാവ് നമ്മളെ എന്തു ചെയ്യും? നമ്മളുടെ മേളിലുള്ള സ്പിരിച്വൽ പവർ പോലും ഇവൻ എടുത്ത് കളയും. അത് എടുത്ത് കളയാനുള്ള കാരണം എന്താണ്? വിലകെട്ട സംഭവങ്ങളുമായി നമ്മൾ ഇണചേരുന്നത് കാരണമാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് പറയാം. ഈ പിന്നെ പ്രവസി ഇട്ട സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് പൊങ്കാലയായിരുന്നു അല്ലേ? ആദ്യം പ്രവസി ഇട്ടപ്പോൾ എന്തോ ഒരു പരിഹാസമായിരുന്നു. ബൈബിളിൽ ഇത്രയും വ്യാജപ്രവാചകനുണ്ടെന്നുള്ള ഒരു വചനം അന്നാണ് കേരള ജനങ്ങൾ അറിഞ്ഞത് അല്ലേ? കറക്റ്റ് അല്ലേ? എല്ലാ വ്യാജപ്രവാചകൻ്റെയും വചനം എടുത്തുകൊണ്ട് ആ 2016 അല്ലേ, 2016 എനിക്കിട്ടങ്ങ് അമ്മാനമാട്ടമായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ എന്തോട്ടെ, ഞാൻ മിണ്ടിയില്ല, നമുക്ക് ഒരു ഭാഗം മിണ്ടാൻ പോയില്ല. കാരണം കർത്താവ് ഒരു കഴുതയായ നമ്മളോട് പറയാൻ പറയുന്നു, നമ്മൾ പറയുന്നു. പിന്നെ അതിൻ്റെ പുറകെയൊന്നും നമുക്ക് പോകാനായിട്ട് നേരമില്ല. ചില കാര്യങ്ങൾ സംഭവിച്ചു, ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങളുമുണ്ട്. സംഭവിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, പ്രധാനമായിട്ട് സംഭവിക്കാനുള്ള കാര്യം പിന്നെ അമേരിക്കയിൽ ട്രംപിൻ്റെത് വരും, പിന്നെ ഇന്ത്യയിൽ തൂക്ക് പാർലമെൻറ്റ്, അതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി. കണ്ടോ, അന്നേ കർത്താവ് പറഞ്ഞതാണ് ഇന്ത്യ മുന്നണിയുടെ, കണ്ടോ വന്നത് കണ്ടോ? അന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണി ഇല്ല. പിന്നെ അതാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇനിയിപ്പോൾ അമേരിക്കയിൽ ട്രംപ് ഈ പ്രാവശ്യം വരികയോ ഇവിടെ ഇന്ത്യ മുന്നണി ഏതെങ്കിലും തരത്തിൽ അട്ടിമറി ഉണ്ടായി കയറുകയോ ചെയ്താൽ ആ പ്രവചനമായാൽ കൊടിയ യുദ്ധം, അതുമായിട്ട് ബന്ധപ്പെട്ട് നാശങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഉടനെ അത് സംഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കരുത്. അത് മാറിപ്പോകാൻ. ഇപ്പോൾ ഒരു പ്രവചനം നടന്നില്ലെങ്കിൽ ഞാൻ വിമർശിക്കപ്പെടത്തേ ഉള്ളൂ, പക്ഷേ ജനങ്ങൾ ഒരുപാട് പേർ രക്ഷപ്രാപിക്കാനിടയാകും. ഹല്ലേലൂയ അല്ലേ? ഞാൻ ഇപ്പം നമ്മൾ നിനവേ പോയി പ്രവചനം പറഞ്ഞു, അത് അന്നേരം ഒന്നും നടന്നില്ല. അപ്പോൾ അദ്ദേഹം കിടന്ന് വിഷമിക്കുന്നേ ഉള്ളൂ, പക്ഷേ ജനങ്ങൾ നിലനിൽക്കും. അത് ഇങ്ങനൊരു അവസ്ഥ വരുന്നത്, അതായത് വലിയ കൊടിയ പീഡനം ലോകത്തിൽ ഉണ്ടാകുമ്പോൾ ഞാൻ അടയാളമായിട്ട് ദൈവസന്നിധിയിൽ ചോദിച്ചപ്പോഴാണ് ഈ 3 എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം പറഞ്ഞു, നീ താമസിക്കുന്ന സ്ഥലത്ത് ഇന്നയാൾ ഇന്ത്യയിൽ ഇന്നയാളായിരിക്കും, അമേരിക്കയിൽ ഇന്നയാളായിരിക്കും. ഞാനാ ചോദിച്ചത്. അപ്പോൾ അമേരിക്കയിൽ ആരായിരിക്കും? അത് ഇന്നയാളായിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ ആളായിരിക്കും, അത് ഇന്നയാളായിരിക്കും. ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി ആയിട്ടാണ് ദൈവം അത് പറഞ്ഞത്. സ്തോത്ര, ഹല്ലേലൂയ. അത് ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. അതാണ് ഇനി സംഭവിക്കാനായിട്ട് ഉള്ളത്. ഇത് സംഭവിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്പിരിച്വൽ മേഖലയെ തകിടം മറിക്കുന്ന തരത്തിൽ അതിനു മുമ്പ് സാത്താൻ എഴുന്നേൽക്കുമെന്ന് ഞാൻ 2019 ഇതിൽ പ്രവചനത്തിലാണെന്ന് തോന്നുന്നു. അതിൽ യേശുക്രിസ്തു പറയുണ്ടായിട്ടുണ്ട്. സാത്താൻ ഇപ്പം നിങ്ങൾ നോക്കിയേ, ഏറ്റവും കൂടുതൽ ദൈവമക്കളെ സാത്താൻ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ദൈവവേല ചെയ്യുന്നുവെങ്കിൽ അതിൽ അഭിമാനമേ ഉള്ളൂ, അതിൽ സന്തോഷമേ ഉള്ളൂ. ദൈവവേല ചെയ്യണം, ജനങ്ങളെ മാനസാന്തരപ്പെടുത്തണം, പക്ഷേ യേശുവിനെ ഉയർത്തിയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ യേശുവിനെ ഉയർത്തുമ്പോഴാണ് സുവിശേഷമാകുന്നത്.